2025 ഫിസിക്സ് നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവരാണ് ഈ വർഷത്തെ ഫിസിക്സ് നോബൽ പങ്കിട്ടത്. ഒരു സൂപ്പർ കണ്ടക്ടിംഗ് സർക്യൂട്ടിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എങ്ങനെ സാധ്യമാവുന്നു എന്ന പഠനമാണ് ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയായി കരുതപ്പെടുന്ന നോബൽ സമ്മാനത്തിന് ഇവരെ അർഹരാക്കിയത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ട് 100 വർഷം തികയുന്ന വർഷമാണ് 2025. ആ സാഹചര്യത്തിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ നോബൽ പുരസ്കാരത്തിന് അർഹമാകുന്നു എന്നത് അത്യധികം ആവേശകരമാണ്. എന്താണിതെന്ന് നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണ വലിപ്പമുള്ള, അതായത് മാക്രോസ്കോപ്പിക് ലെവലിലുള്ള വസ്തുക്കളുടെ എല്ലാം ചലനം, അവയുടെ പ്രത്യേകതകളൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചാണ് വിശദീകരിക്കുക. എന്നാൽ വളരെ വലിപ്പം കുറഞ്ഞ ഇലക്ട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾസിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുവാൻ ക്ലാസിക്കൽ മെക്കാനിക്സിന് സാധിക്കില്ല. ഇത്തരം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് ഏറ്റവും ലളിതമായി പറയാം. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പില്ലേഴ്സ് ആണ് എനർജി ക്വാണ്ടൈസേഷൻ ആൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നിവ. എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം ടണലിംഗ് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നമ്മൾ ഒരു ബോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മതിലിലേക്ക് എറിഞ്ഞാൽ അത് റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരും, അല്ലേ? അതൊരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണ്. എന്നാൽ ഈ ബോൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. അത് ആ ബാരിയറിനെ പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്തെ വശത്തേക്ക് കടന്നു ചെന്ന് അവിടെ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ക്ലാസിക്കലി പെനിട്രബിൾ അല്ലാത്ത ഒരു ബാരിയറിലൂടെ ഒരു ടണൽ ഉണ്ടാക്കി ഈ പാർട്ടിക്കിൾ അപ്പുറത്തെ വശത്തേക്ക് എത്തിയതുപോലെ നമുക്ക് തോന്നാം, അല്ലേ? ഇങ്ങനെ ഇലക്ട്രോണിനെ പോലെയുള്ള വളരെ ചെറിയ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളുകൾ ഒരു എനർജി ബാരിയറിനെ പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്തെ വശത്ത് അപ്പിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് വിളിക്കുക. ഇത് വെറുമൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമല്ല. സബറ്റോമിക് ലെവലിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളെയും, ഉദാഹരണത്തിന് ആൽഫ ഡീകെ പോലെയുള്ള ന്യൂക്ലിയർ ഡീകെകളെ ഫലപ്രദമായി വിശദീകരിക്കാൻ ക്വാണ്ടം ടണലിംഗ് ഉപയോഗിച്ച് സാധിക്കും. എന്നാൽ ഒരു മാക്രോസ്കോപ്പിക് ലെവലിൽ, അതായത് ഒരു സിസ്റ്റത്തിന്റെ പരമാവധി വലിപ്പത്തിൽ ക്വാണ്ടം ടണലിംഗ് സാധ്യമാണോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഈ അവസരത്തിലാണ് സൂപ്പർ കണ്ടക്ടിംഗ് സർക്യൂട്ടുകളിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗും എനർജി ക്വാണ്ടൈസേഷനും സാധ്യതയുണ്ടെന്ന പഠനവുമായി നമ്മുടെ നോബൽ ജേതാക്കൾ കടന്നു വരുന്നത്. 1984-85 കാലഘട്ടത്തിലാണ് ഈ പരീക്ഷണം നടക്കുന്നത്. സൂപ്പർ കണ്ടക്ടറുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ജോസഫ്സൺ ജംഗ്ഷൻ എന്ന ഘടന ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി സർക്യൂട്ടിന്റെ വിവിധ പ്രത്യേകതകൾ പഠന വിധേയമാക്കി. സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ അവയിലെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ്. ഈ സിസ്റ്റം തുടക്കത്തിൽ വോൾട്ടേജ് ഇല്ലാതെ വൈദ്യുതി പ്രവഹിക്കുന്ന അവസ്ഥയിലായിരുന്നു, ഒരു തടസ്സത്തിന് പിന്നിൽ കുടുങ്ങിയതുപോലെ. എന്നാൽ ക്വാണ്ടം ടണലിംഗിലൂടെ ഈ സിസ്റ്റം ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകുന്നതായും വോൾട്ടേജിന്റെ നേച്ചറിൽ മാറ്റം പ്രകടമാക്കുകയും ചെയ്യുന്നതായി അവർ കണ്ടെത്തി. അങ്ങനെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി മാറി. 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ശാസ്ത്രശാഖ ഇപ്പോഴും പുത്തൻ കണ്ടെത്തലുകൾക്ക് കാരണമാകുന്നു എന്നതും, നൂതന സാങ്കേതിക വിദ്യകളായ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി, ക്വാണ്ടം സെൻസേഴ്സ് എന്നിവയുടെയൊക്കെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നതും അതിശയകരമാണ്. ഈ നോബൽ സമ്മാനം ക്വാണ്ടം മെക്കാനിക്സിലെ പുതിയ ഗവേഷണങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Brilliant Study Center, India's #1 coaching center.